രാമായണവും മഹാഭാരതവും ബുദ്ധമതത്തിലെ ജാതക കഥകളിൽ നിന്നും പകർത്തിയതാണെന്ന ഒരു വാദം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇൻ്റർനെറ്റിലെ ചില ചരിത്ര ചർച്ചകളിൽ ഈ വിഷയം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ബുദ്ധൻ്റെ മുൻകാല ജന്മങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് ജാതക കഥകൾ. ദശരഥ ജാതകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥയിൽ ശ്രീരാമൻ്റെ കഥാസന്ദർഭങ്ങൾ പരാമർശിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഇതുകൊണ്ടാണ് രാമായണം ജാതക കഥകളിൽ നിന്ന് പകർത്തിയതാണെന്ന തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാകുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഈ വാദത്തെ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാണ്? രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും അടിസ്ഥാന കഥകൾ വായ്മൊഴിയായി പ്രചരിച്ചിരുന്നത് ബുദ്ധമതം ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. പുരാതന ഭാരതത്തിൽ ജനങ്ങൾക്കിടയിൽ വളരെ ജനപ്രിയമായിരുന്ന കഥകളായിരുന്നു ഇവ. പിന്നീട് ബുദ്ധമതം വളർന്നു വന്ന കാലത്ത് ബുദ്ധൻ്റെ ആശയങ്ങളും ധാർമ്മിക മൂല്യങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി അന്ന് നിലവിലുണ്ടായിരുന്ന ഈ ജനപ്രിയ ഇതിഹാസങ്ങളെ അവർ ജാതക കഥകളിലേക്ക് അനുരൂപീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദശരഥ ജാതകത്തിൽ രാമനെ ഒരു ബോധിസത്വനായി ചിത്രീകരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാൽമീകിയോ വ്യാസനോ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്ന് കോപ്പിയടിച്ചതല്ല, മറിച്ച് പ്രാചീന ഭാരതം എന്ന വലിയൊരു സാംസ്കാരിക തറവാട്ടിലെ പൊതുവായ കഥകളെയും പൈതൃകത്തെയും ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങൾ അവരുടേതായ രീതിയിൽ ഉൾക്കൊള്ളുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്ര സത്യം. അവ പരസ്പരം പകർത്തിയതല്ല, മറിച്ച് ഒരേ വേരുകളിൽ നിന്ന് വളർന്നവയാണ്.